വയനാട് മാനന്തവാടിയിൽ കരടിയെ കണ്ട ആശങ്കയിലാണ് നാട്ടുകാർ. ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം, വനംവകുപ്പിന്റെ നീക്കങ്ങൾ, ഇതൊക്കെ വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ എങ്ങനെയാണ് ഇതിന്റെ ഒരുക്കങ്ങൾ, പിടികൂടാനുള്ള തയ്യാറെടുപ്പുകൾ എന്ന് വിശദീകരിക്കും. മിനിസ്റ്ററെ, ഈ കരടിയെ പിടികൂടുക, മയക്കുവെടിവെച്ച് പിടികൂടുക എന്നത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. എല്ലാം തയ്യാറാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നും, അല്ലേ മിനിസ്റ്റർ? ഈ വയനാട് മേഖലയിലും കേരളത്തിൻ്റെ ഏതാനും മലയോര പ്രദേശങ്ങളിലും വന്യജീവികളുടെ അക്രമം ഒരു സ്ഥിരം ഒരു നടപടിയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ താമസിക്കുന്നവർക്ക് വലിയ ഭയാശങ്കകളും ഉണ്ടായിട്ടുണ്ട്. ആ ഭയാശങ്കകളിൽ നിന്നും അവരെ രക്ഷിക്കുക എന്നതാണ് സർക്കാരിന് മുമ്പിലുള്ള ആദ്യത്തെ പരിഗണന. അത് മനസ്സിൽ വെച്ചുകൊണ്ടുള്ള നടപടികളാണ് വനം വകുപ്പ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിയുന്നതും വേഗത്തിൽ ആ കരടിയെ പിടികൂടി, അപ്പോൾ പിടികൂടണമെങ്കിൽ മയക്കുവെടി വെക്കണം. അതിനുള്ള എല്ലാ ഉത്തരവുകളും നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊരു അവിടെ ഇപ്പോൾ അവശേഷിക്കുന്ന പ്രശ്നം, വെടിവെക്കാൻ അനുയോജ്യമായ സ്ഥലത്ത് കരടിയെ എത്തിക്കണം. രണ്ട് ബഹുജനങ്ങൾ വല്ലാതെ ഇത് ആശങ്ക പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ വല്ലാതെ ജനങ്ങൾ ഈ സ്ഥലത്ത് പോയി പ്രകോപനമുണ്ടാക്കുന്ന വിധത്തിൽ പെരുമാറുന്നുണ്ട്. പ്രകോപനം എന്ന് പറഞ്ഞാൽ വന്യജീവികൾക്ക്, കരടിക്ക് ഓടിപ്പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ അതിനെ പിടികൂടണമെങ്കിൽ ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്ന നടപടികളോടുമായി പരമാവധി സഹകരിക്കുകയാണ് വേണ്ടത്. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അത് പരിഹരിക്കാനുള്ള നടപടികളും സ്വീകരിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വളരെ ജാഗ്രതയോടുകൂടിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതിനോട് സഹകരിച്ചാൽ നമുക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ ഈ കരടിയെ പിടികൂടാനാകുമെന്ന ആത്മവിശ്വാസമാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കുള്ളത്. അതുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വയനാടിൻ്റെ വിവിധ മേഖലയിൽ കടുവയുടെ ശല്യം രൂക്ഷമാണ്. ഇന്ന് തന്നെ മൂടക്കൊല്ലി മേഖലയിൽ കടുവ ഇറങ്ങിയെന്ന വാർത്ത വന്നു. ഈ സാധാരണ കടുവ ഇങ്ങനെ ഇറങ്ങുന്നു, അടിയന്തര നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. അല്ല, ഇതുവരെ നമ്മൾ വയനാട്ട് മേഖലയിൽ മാത്രം നിരവധി കടുവകൾ രംഗത്തിറങ്ങുകയും ജനങ്ങളെ പേടിപ്പിക്കുക, അവയെല്ലാം ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവരെ വെടിവെച്ചോ മയക്കുവെടിവെച്ചോ കൂട്ടിലാക്കിയോ പിടിച്ച് ജനങ്ങളുടെ ഭയാശങ്ക അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായിട്ടാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. എന്നാൽ ചില ആളുകൾ ആഗ്രഹിച്ചതുപോലെ അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ തീർക്കാവുന്നൊരു പ്രശ്നമല്ല. ഏറ്റവും എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ട് വേണം ഇത്തരമൊരു നടപടികളിലേക്ക് പോകാൻ. ആ നടപടികളുമായി മുമ്പോട്ട് പോകുന്നൊരു സമീപനമാണ് വയനാട്ടിലും മറ്റ് പ്രദേശങ്ങളിലുമെല്ലാം വനംവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഇത്തരം കാര്യങ്ങളിൽ വീഴ്ചയുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ജനങ്ങൾ ആഗ്രഹിച്ചത്ര വേഗത്തിൽ കാര്യം നടക്കാൻ അനുയോജ്യമായ സമയം കിട്ടുമ്പോൾ മാത്രമേ അത്തരം നടപടികൾ സ്വീകരിക്കാൻ കഴിയൂവെന്ന് ദയവായി ജനങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കരടിയെയും കടുവയും ഒക്കെ പിടികൂടും, പക്ഷേ ജനങ്ങൾ ഇക്കാര്യത്തിൽ വലിയ സംയമനം പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാണ് വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രനും പറയുന്നത്.